തിരൂർ കോടതിയിലെ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് കോടതിയിൽ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമാകുന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പൂക്കളവും പൂക്കള മത്സരങ്ങളും ഒക്കെ തന്നെയാണ്. തിരൂർ കോർട്ട് കോംപ്ലക്സിലുള്ള 6 കോടതികൾ തമ്മിലുള്ള പൂക്കള മത്സരത്തിൻ്റെ പ്രിപ്പറേഷൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല തിരക്കുകൾ കാരണം ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിലും പുറത്തുനിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനേ കഴിഞ്ഞുള്ളൂ. കോടതി സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ വക്കീലന്മാരുടെയും ക്ലർക്കുമാരുടെയും ഒക്കെ ഓണാഘോഷം 2 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ നടന്നത്. മാവേലിയെ അണിയിച്ചൊരുക്കിയും കോടതി കോമ്പൗണ്ടിലുള്ള മരത്തിലൊക്കെ ഊഞ്ഞാല കെട്ടിയും ഫോട്ടോയെടുപ്പുമായി ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത നല്ലൊരു ഓണസദ്യ ഉണ്ടായിരുന്നു. 2 തരം പായസവും ഒക്കെയായി. സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പല ആളുകളും മൊബൈലിൽ സ്ക്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നെടുത്ത ഫോട്ടോസിൻ്റെ ചന്തം നോക്കി. ഫോട്ടോ എടുത്ത് ആഘോഷിക്കാൻ എല്ലാവരും മുണ്ടും ഷർട്ടും അതുപോലെ തന്നെ സെറ്റ് സാരിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയും പായസവും ഒക്കെ കുടിച്ച് ഇനി ഓണത്തിൻ്റെ മത്സര പരിപാടിയിലേക്ക് കടക്കുകയാണ്. കോടതി കോമ്പൗണ്ടിലും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിലും ഒക്കെ ആയിട്ട് 2 ദിവസമായിട്ടായിരുന്നു ഗെയിമൊക്കെ നടന്നിരുന്നത്. മൈക്ക് കിട്ടിയ അവസരം ബഷീർ വക്കീൽ പാഴാക്കിയിട്ടില്ല കേട്ടാ. എന്തായാലും ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കസേര കളി, ബലൂൺ പൊട്ടിക്കൽ, ലെമൺ സ്പൂണ്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കോടതി സ്റ്റാഫിൻ്റെ ഗംഭീരമായ ഡാൻസും അരങ്ങേറിയിരുന്നു. ജൂനിയേഴ്സും സീനിയേഴ്സും ഒന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും മത്സരത്തിൽ സൗഹൃദപരമായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എപ്പോഴും ഓണാഘോഷത്തിൻ്റെ പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്പവലിയാണ്. ജെൻസിൻ്റെ കമ്പവലി മത്സരം പലപ്പോഴും കാണാറുണ്ടെങ്കിലും ലേഡീസിൻ്റെ കൂടി കമ്പവലി മത്സരം ശ്രദ്ധേയമായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് കോടതി കോമ്പൗണ്ടിൽ നടന്നത് കോടതി ക്ലർക്കുമാരുടെ മ്യൂസിക്കൽ ചെയറും അതുപോലെ തന്നെ അവരുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. എന്തായാലും 2025 ഓണം ഗംഭീരമായി തന്നെ അവസാനിച്ചു.